ഹലോ ഫ്രണ്ട്സ്, നമ്മളെന്നുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. നമുക്കിന്ന് പോർട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളീ കാണുന്നത് കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ഗ്രൈൻ D02ൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഒരു വ്യൂ ആണ് നമ്മൾ നിൽക്കുന്നത്. പോർട്ടിനകവശത്തുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നലെ ഞാൻ ഒരു വിട്ടുപോയൊരു കേസ് ഉണ്ടായിരുന്നു. അതെല്ലാം സ്ഥിരം കാണുന്ന പ്രേക്ഷകർ മെസ്സേജായിട്ട് നമുക്ക് അയക്കുകയുണ്ടായി. നമ്മുടെ STS ക്രൈൻ, ഷിഫ്റ്റ് ഷോർ ക്രൈൻ നമ്മുടെ പോർട്ടിലുള്ളത് 3 എണ്ണമല്ല 4 എണ്ണമാണ്. അതെനിക്ക് തെറ്റിപ്പോയതാണ്. അത് എടുത്ത് മെസ്സേജ് അയച്ചതിന് വളരെ നന്ദി. കാരണം ഈ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതിലൂടെയാണ് നമുക്ക് അത് മനസ്സിലാവുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറ്റിയ തെറ്റാണ്. നമ്മുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന 4 STS ക്രെയിനാണുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ഗ്രൈൻ D02ൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മൾ പോർട്ടിനകത്ത് ആദ്യത്തെ വിഷ്വൽ എടുക്കാൻ വന്നപ്പോൾ കണ്ടത് അതാണ്. അപ്പോൾ ബാക്കിയുള്ള ക്രെയിൻ്റെ എല്ലാ എഫിഷ്യൻസിയും ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് മെയിനായിട്ട് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് വെച്ചാൽ കുറച്ചുകൂടി കാണാൻ വേണ്ടിയാണ്, അറിയാൻ പറ്റുന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ്. നമ്മളെ ക്രെയിൻ്റെ പിക്ക് ചെയ്യുന്ന പോർഷനാണ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനാണ്. ഒരാൾക്ക് റിമോട്ട് കൺട്രോൾ തന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രെയിൻസാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് താഴെയായിട്ട് ബങ്കേഴ്സൊക്കെ സ്ഥാപിച്ചായിട്ട് കാണാം. അതുമാത്രമല്ല 40 ഫീറ്റിൻ്റെ കണ്ടെയ്നേഴ്സാണ് വളരെ കൂടുതലായിട്ടുള്ള പല നിറത്തിലുള്ള 40 ഫീറ്റിൻ്റെ കണ്ടെയ്നേഴ്സും ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ബെർത്തിൻ്റെ എൻഡ് പോർഷനാണ്. നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഇന്നലെ മെനഞ്ഞാന്നത്തെ വീഡിയോയിൽ അത് എൻഡ് ഓൺ ഡംപിങ്ങിൻ്റെ സ്ഥലത്തും നമ്മൾ ട്രെഡ്ജിങ് നടന്ന സ്ഥലവും നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മേളിലത്തെ പോർഷനാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ട്രെഡ്ജിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യാർഡിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഈ ട്രെഡ്ജിങ് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ട്രെഡ്ജ് ചെയ്ത മണൽ വളരെ അധികമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കും. കേട്ടോ, കൂട്ടിയിട്ടിരിക്കുന്നത് മാത്രമല്ല അവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ആ മണ്ണ് പല സ്ഥലങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അതാണ് ഈ ഒരു പോർഷൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്പ്ലിറ്റ് ബാർജ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ട്രെഡ്ജിങ്ങിൻ്റെ ഓസും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ആ ഒരു വിഷ്വലാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും ബെർത്തിൻ്റെ പോർഷനാണ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. യാർഡ് കംപ്ലീറ്റേഷൻ ഓഫ് വർക്കിന് വേണ്ടി യാർഡിലേക്ക് നമ്മുടെ നാച്ചുറൽ സ്റ്റാൻഡ് സ്പ്ലിറ്റ് ചെയ്തിടുന്നതാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഉണ്ടോ, ഈ തിട്ടായ ഭാഗമെല്ലാം സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ ട്രഡ്ജിങ്ങും ഡേ നൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ഗ്രൈൻ D04 പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ തൊട്ട് ഇങ്ങോട്ട് വന്നാലും നമ്മളെ ട്രെഡ്ജ് ചെയ്ത മണൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിന് സ്പ്ലിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കുറേ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത്ത് നാച്ചുറൽ സാൻഡെല്ലാം ഫില്ല് ചെയ്ത് യാർഡ് ഒരു ലെവലാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ലെവലാക്കുന്ന എക്സ്കവേറ്ററും ലോറിയും നമുക്കവിടെ ഇതിൻ്റെ ബെർത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ആ ഒരു വിഷ്വലാണ് നമ്മളീ കാണുന്നത്. ഇത് ബെർത്തിനോട് ചേർന്നിട്ടുള്ള യാർഡിൻ്റെ ഭാഗമാണ് നമ്മളീ കാണുന്നത്. ഇതാ കാണുന്ന പോർഷൻ. നമ്മൾ ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ചില തെറ്റുപറ്റുകൾ വരുന്നത്. അത് ദയവായി നിങ്ങൾ ഇനിയും ഇതേപോലെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് അത് തിരുത്തിയിടും. കാരണം അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇതാ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ബെർത്തിൻ്റെ പോർഷനിലെ ക്രെയിൻസൊക്കെയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഉണ്ടോ, അവിടെയാണ് വർക്ക് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് ഉള്ള ഭാഗം ഇവിടെയും, അതായത് ബെർത്തിൻ്റെ പോർഷനിലേക്ക് കോൺക്രീറ്റിൻ്റെ ഫൈനൽ വർക്ക് നടക്കുന്നുണ്ട്. അവിടെയും വളരെ കൂടുതൽ വർക്കിംഗ് സ്റ്റാഫുകൾ നമുക്ക് രാവിലെ തന്നെ കാണാവുന്നതാണ്. ഞാൻ രാവിലെ 10-10:30 മണിക്ക് ഇവിടെ എത്തി. 11 മണിക്കാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ആ സമയത്തുള്ള വിഷ്വലാണ്. ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. നാളത്തേക്ക് ഈ വീഡിയോ മാറ്റി വയ്ക്കില്ല. കാരണം വളരെ ചെറിയ എഡിറ്റിംഗ് ഒക്കെയാണ് ഇതിൽ നടക്കുന്നത്. പക്ഷേ ആ എഡിറ്റിങ്ങിലും നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും
വലിയ വിഷ്വലൊന്നും കൊടുക്കാതെ, വലിയ വിഷ്വൽ മീൻസ് മ്യൂസിക്കൊന്നും കൊടുക്കാതെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പോർട്ടിലെ വീഡിയോ എടുത്തതിന് ശേഷം ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തേക്കായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്ത് വൈകുന്നേരം 2:30 മണിക്ക്. ഞാനിവിടെ പോർട്ടിൽ ആദ്യം വന്ന സമയത്ത് തന്നെ ഒരു പിക്ചർ, ഒരു ഫോട്ടോ ഞാൻ എടുത്തിടും. എന്നിട്ട് പറയും ഇന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യും. അതുമുതൽ ഞാൻ വീഡിയോ ഇതേപോലെ ലൈവായിട്ട് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് അതൊരു ചെറിയ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണ്. അതാണ് അന്നുള്ള വീഡിയോ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാ വേറൊരു കാഴ്ച കാണാൻ സാധിക്കും. നമ്മുടെ ആ ക്രെയിന്, അതായത് ഈ പറഞ്ഞ കാൻഡിലിവർ റെയിൻബോൻ്റെ ഗ്രാൻഡ് ക്രെയിൻ E03 അത് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറിയ സ്പീഡിൽ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഞാൻ പോർട്ടിനകത്ത് വന്നപ്പോഴും ഇത് മൂവിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതാ മൂവ് ചെയ്യുന്നുണ്ട്, വളരെ ഈസി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ക്രെയിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ നേരിട്ട് നമ്മൾ വീഡിയോ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണുമ്പോൾ അത് കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. ഇതാ മൂവ് ചെയ്യുന്നുണ്ടോ, മൂവ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, അങ്ങനെ മൂവിങ് സ്റ്റോപ്പിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അതാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. അങ്ങേറ്റം എൻഡ് ഓൺ ഡംപിങ് നടക്കുന്ന കാണാം. നമുക്കത് വേറൊരു വിഷ്വലിലേക്ക് പോയി നമുക്ക് നോക്കാം. എൻഡ് ഓൺ ഡംപിങ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഈ ബർത്തിലേക്ക് നടക്കുന്ന വർക്കുകൾ. 3-4 വശത്തു നിന്നെടുത്ത വീഡിയോ എടുത്തിട്ടായിരിക്കും നമ്മൾ കംപ്ലീറ്റേഷൻ ഓഫ് വർക്കിലേക്ക് പോകുന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ആ ക്രെയിൻസ് ഉണ്ടോ, ക്രെയിൻസ് മൂവ് ആവുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. കുറച്ചുകൂടി സ്പീഡ് കൂടിയിട്ടുണ്ട് ക്രെയിൻസിന് ഉണ്ടോ, കുറച്ചൊരു സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ കാണാൻ പറ്റില്ലേ, ഇങ്ങനെയാണ് ഈ ക്രെയിൻസ് മൂവ്. ഇപ്പോൾ സ്റ്റോപ്പായി. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ക്രെയിൻ മൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ തിരിച്ചും ഇങ്ങോട്ട് മൂവ് ചെയ്യണത് ഉണ്ടോ. എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇനി പോർട്ടിൻ്റെ അടുത്ത വശത്തിലേക്ക് നമുക്ക് വരാം ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ബർത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോകാനായിട്ട് ക്രെയിനും സജ്ജീകരണമാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ. അതിവിടെ നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തരംതിരിച്ചിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ ഇവിടെ എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് എഞ്ചിൻലെസ് ബാർജിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. അതുമാത്രമല്ല നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലോറികളിലായിട്ട് സ്റ്റോണുകൾ ഇതാ ധാരാളമായി പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോറി പാർക്ക് ചെയ്ത സ്ഥലമെല്ലാം നേരത്തെ തന്നെ വലിയ കുഴിയായിരുന്നു. നമ്മളെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ഇത് നമ്മുടെ ചെമ്മണ്ണും കരിങ്കല്ലും ഉപയോഗിച്ച് ഇതേപോലെ ആക്കിയെടുത്തതാണ്. അതിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മളെ വീഡിയോയിലുണ്ട്. ഇപ്പോൾ ഇത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറിയിരിക്കുന്നു ആ ലോറി നിൽക്കുന്ന സ്ഥലമെല്ലാം ഉണ്ട്. ഇങ്ങനെ സ്റ്റോണുകളെല്ലാം നമ്മുടെ എൻഡ് ഓൺ ഡംപിങ്ങിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന അടുത്തുള്ള വർക്കുകൾ നമുക്ക് നോക്കാം. ആരും അധികം സ്കിപ്പ് ചെയ്ത് പോവാതെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ. നമ്മൾ നേരത്തെ പറഞ്ഞ D02ൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നടക്കുന്നു. പിന്നെ ഈ ക്രെയിന് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പ്രൈം മൂവേഴ്സ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അത് നമുക്ക് വേറെ വ്യൂവിൽ നമുക്ക് വിഷ്വൽസിലും കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ആ വ്യൂവിലേക്ക് പോകാം. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് ബെർത്തിൻ്റെ സൈഡിലുള്ള പോർഷനും ധാരാളം കണ്ടെയ്നേഴ്സും ഇവിടെ നിരയായി നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ വശത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോണുകളുമായി ലോറികൾ വളരെ വേഗത്തിൽ നമ്മുടെ പോർട്ടിനകത്തോടെ പാഞ്ഞു പോവുകയാണ്. പിന്നെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് ക്രെയിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെയിൻസ് എല്ലാം നീങ്ങുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോയാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു പോർഷനിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഈ വ്യൂ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഹെവി ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നു ഉണ്ടോ. വളരെ ഹൈറ്റുള്ളൊരു ഹെവി ക്രെയിൻ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അദ്ദേഹം ചെറിയ മരങ്ങൾ പോലെ നമുക്ക് പോർട്ടിൻ്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് ധാരാളം സ്ലാബുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റില്ല സ്ലാബുകൾ എത്ര ഉണ്ടെന്ന്. പക്ഷേ അത് അവിടെ ചെന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ പോർട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു ഇതെല്ലാം അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടതാണ്. ആ സ്ലാബെല്ലാം ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബെല്ലാം അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് പിക്ക് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്ലാബുണ്ട്. ആ സ്ലാബെല്ലാം ഇതിങ്ങനെ പിക്ക് ചെയ്ത് ലോറികളായിട്ട് എടുക്കാൻ സാധിക്കുന്നു. ലോറികളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ക്രെയിൻസ് ഉപയോഗിക്കുന്നത്. ഓരോരോ സ്ലാബായിട്ട് അവിടെ നിന്ന് എടുക്കുവാണ്.
അതിൻ്റെ പണികളാണ് അവിടെ നടക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, ഒരു കാറിലായിട്ട് കുറച്ച് ഇൻസ്പെക്ഷൻ ടീമും അവിടെ ഉണ്ട്. ഉണ്ടോ, ഇൻസ്പെക്റ്റ് ചെയ്യുവാണ് അവിടെ എല്ലാം. ഇത് ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റ് കളർ കാർ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, യാർഡിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നതിനായിട്ട് മെഷീൻസും അവിടെ തന്നെ ഉണ്ട്. പിന്നെ റെയിൽസിൻ്റെ കംപ്ലീറ്റേഷൻ ഓഫ് വർക്കാണ് അവിടെ നടക്കുന്നത്. ഉണ്ടോ, ഇതാണ് നമ്മുടെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കാഴ്ചകൾ. ഇത് PO ബിൽഡിങ്ങിൻ്റെ അടുത്താണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ബെർത്തിൻ്റെ. ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക്, അതായത് കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01-ൻ്റെ ഇടയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്തൊരു വേറൊരു വ്യൂ ഉണ്ട്, നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വ്യൂ. നമുക്ക് അവിടെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബ് പിക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ധാരാളം സ്ലാബുണ്ട്. പക്ഷേ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കില്ല. കാണാൻ സാധിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ആ മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ സാധിക്കില്ല. ഇതാ സ്ലാബ് പൊങ്ങി വരുന്നു. ധാരാളം സ്ലാബ് അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഉണ്ടോ, ഇപ്പോൾ സ്ലാബ് കാണാൻ പറ്റുന്നില്ലേ? ഇതാ സ്ലാബ് അതാ പൊക്കിയെടുക്കുവാണ്. ഇതാ പൊങ്ങി വരുന്നുണ്ട്. ആ മരങ്ങളിടയിൽ കാരണം നമുക്കൊന്നും, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇതിൻ്റെ അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്, നമുക്ക് പോലും അറിയാൻ പറ്റില്ല അത്രയും സ്ലാബ് അതിനകത്തുണ്ടെന്ന്. പക്ഷേ ഒന്ന് ക്ലിയറായി പലയിടത്തും മരങ്ങളൊക്കെ വെട്ടി ക്ലിയർ ആയപ്പോഴത്തേക്ക് ഇത് ആരും കൊണ്ടു തട്ട് മരമൊന്നുമല്ല, ഇത് ഇവിടെ കിടന്ന് പൊടിച്ചതായിരിക്കും ഇത്. ഉണ്ടോ, അതാ സ്ലാബ് പൊങ്ങി വരുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10 മീറ്റർ കാണുമെന്ന് തോന്നുന്നു സ്ലാബിൻ്റെ ലെന്ത്. വളരെ ദൂരം ഒന്നായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടും അതിൻ്റെ മെഷർമെൻറ്റ് അറിയില്ല. എന്നാലൊരു 10 മീറ്ററെങ്കിലും കാണുമായിരിക്കും. വലിയ സ്ലാബാണ്. അതിനാണ് ഹെവി നല്ല വെയിറ്റ് ആയത് കാരണമാണ് ഇത്രയും വലിയ ക്രെയിൻസ് ഉപയോഗിച്ചത് പിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിലും ചെറിയ ക്രെയിൻസ് ഉപയോഗിച്ചാൽ മതിയാവുമായിരുന്നു. അത്രയും വലിയ ക്രെയിൻസ് ആയതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് അത്രയും വീതിയും നീളമൊക്കെ ഏതാണ്ടൊക്കെ കാണും. 10 മീറ്റർ ഏതായാലും ഒരു നീളം കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. മരങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം ഇളകി പറഞ്ഞോണ്ട് അത് വളരെ സൂക്ഷിച്ചാണ് അവരെടുക്കുന്നത്. അതാ വരുന്നുണ്ട് സ്ലാബ്. ഉണ്ടോ, ഇതുപോലെ 100 കണക്കിന് സ്ലാബുകളാണ് പലയിടത്തുമായിട്ട് കൂട്ടിയിട്ടിട്ടുള്ളത്. ഇതൊരു പോർഷൻ, ഇതേപോലെ 5-6 പോർഷൻ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടായിരുന്നു. അവിടെയും ഇതേപോലെ സ്ലാബുകൾ വാർത്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ 4-5 സ്ഥലത്ത് 100 കണക്കിന് സ്ലാബുകൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ ബെർത്തിന് ആവശ്യമായിട്ടുള്ള, ഇനി എക്സ്റ്റൻഷൻ ആവശ്യമായിട്ടുള്ള 480 മീറ്ററോളം ബെർത്തിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്കിനേക്കുള്ള സ്ലാബെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതിലധികം സ്ലാബ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും സ്ലാബുകളാണ് ഇവിടെ നമുക്ക് അധികമായിട്ട് കൂട്ടിയിട്ടുള്ളത്. ഉണ്ടോ, ഇതാ സ്ലാബ് ഇങ്ങനെ എടുക്കുന്നുണ്ടോ. ഇതിങ്ങനെ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകുന്നു. തൊട്ടടുത്ത് തന്നെ ലോറി ഉണ്ട്, ലോറി കാണിച്ചു തരാം. ഇതാ ലോറിയിലേക്ക് പിക്ക് ചെയ്യുന്നുണ്ടോ. അതേ തന്നെ 1-2 സ്ലാബ് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ലോറികളിലേക്ക് മാറ്റി ബെർത്തിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്ത് നമ്മൾ തൊട്ട് താഴെ കൂടി തന്നെ ലോറികളിലായിട്ട് സ്റ്റോണുകൾ കൊണ്ടുപോകുന്നുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇവിടെയെല്ലാം നമ്മൾ ഈ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ബെർത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകളെല്ലാം ഇവിടെ ഉണ്ട്. കണ്ട, ആ കാർഡുകൾ മാറ്റിയപ്പോൾ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ലൈറ്റും കാണാൻ സാധിക്കും. ഇത് ഡേ നൈറ്റ് വർക്കിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ധാരാളം സ്ലാബുകളാണ് ഉള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് നമുക്കത് മനസ്സിലായില്ല, ഈ കാർഡിൻ്റെ ഇടയിലായതുകൊണ്ട് മനസ്സിലായില്ല. നമ്മളിപ്പോൾ ഇനി അടുത്ത് പോയി കഴിഞ്ഞാൽ PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ കാണുന്നത്. പോർട്ട് ഓഫീസ് ബിൽഡിംഗാണ്. അത് മാത്രമല്ല കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01, D01 നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെയാകട്ടെ നമ്മുടെ ആക്രോപോഡുകളെല്ലാം ലെവൽ ചെയ്തിട്ടില്ല, ആക്രോപോഡുകളെല്ലാം അങ്ങനെ നിർത്തി ഇട്ടിട്ടുണ്ട്. അതിനി അവിടെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, റെയിൽസിൻ്റെ പണികളും നടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ വശത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. ക്രെയിൻസ് എല്ലാം നിരയായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട്
മൂവിങ് നടക്കുന്നുണ്ട് പലയിടത്തും. അതിനുപരിയായി കൂടുതലായിട്ട് നമ്മൾ ഇന്നലെ കണ്ടതിനായിട്ട് കൂടുതലായിട്ട് ഇവിടെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. കാരണം കൂടുതൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്താനാണ്. പിന്നെ പോർട്ടിൻ്റെ ഏത് വശത്ത് നോക്കിയാലും നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ വളരെ ഹൈറ്റിലായിട്ട് 4 STS ക്രെയിൻ, ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ കാണാൻ സാധിക്കും. ഷിഫ്റ്റ് ഷോർ ക്രെയിനിൻ്റെ മൂവിങ്ങിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അങ്ങനൊരു ഭാഗ്യം നമുക്ക് ലഭിക്കുകയുണ്ട്. ഒരു സമയത്ത് നമ്മൾ വന്നപ്പോൾ അങ്ങനെ ഒരു മൂവിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മളിൽ തന്നെ ഉണ്ട്. ഇതാണ് PU ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വശം. അവിടെ മൊത്തം നനച്ചിട്ടിരിക്കുകയാണ്. കാരണം മൊത്തം പൊടിയാണ് എപ്പോഴും. അതുകൊണ്ട് മൊത്തം നനയ്ക്കുവാണ്. ലോറികളിലെ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുവാണ് കേട്ടോ. നനയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. ഈ ലോറി അപ്പോൾ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കാനാണ് കൊണ്ടുപോകുന്നത്. റോഡ്സും ഇതെല്ലാം നനയ്ക്കാനാണ് ഈ ലോറി ഉപയോഗിക്കുന്നത്. പിന്നെ എപ്പോഴും പൊടിക്കാറ്റും പൊടിയുമാണ്. ഇതാണ് നമ്മൾ ഈ വശത്ത് നിന്ന് കാണുന്ന ഒരു കാഴ്ച. ഇനി നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങിനായിട്ട് ലോറികൾ നാച്ചുറൽ സ്റ്റോണായിട്ട് പോകുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് നോക്കാം. അതുമാത്രമല്ല നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട കാഴ്ച ആക്രോപോഡുമായിട്ടൊരു ലോറി കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ആക്രോപോഡുമായിട്ട് ലോറി കടന്നു പോവുകയാണ്. നമ്മളെ വിഴിഞ്ഞ ഭാഗത്ത് തന്നെയാണ് ധാരാളമായി ആക്രോപോഡ് കൂട്ടിയിട്ടുള്ളത്. അത് ഞാൻ 2-3 പ്രാവശ്യം മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ലോറികളിലായിട്ട് ആക്രോപോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലോറി പോകുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു, സ്ഥിരമായിട്ട് പറയുന്ന പോലെ നാച്ചുറൽ സ്റ്റോണെല്ലാം തരം തിരിച്ച് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം നമ്മളിതാ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇഞ്ചിൻലെസ് ബാർജിലേക്ക് സ്റ്റോണുകൾ തരം തിരിച്ച് കയറ്റുന്നതാണ് നമുക്ക് ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് അവിടെ ഡംപ് ചെയ്തിരിക്കുന്ന കല്ലും പിന്നെ ലോറികളിലായിട്ട് വലിയ സ്റ്റോണുകൾ വന്നാൽ ലോറികളിൽ നിന്ന് തന്നെ എടുത്ത് ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിലേക്ക് ഡംപ് ചെയ്യുവാണ് നമ്മൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച്. സ്പ്ലിറ്റ് ബാർജ് അവിടെ കാണാൻ സാധിക്കില്ല. കാരണം സ്പ്ലിറ്റ് ബാർജ് ലോറി നമ്മുടെ സ്റ്റോണുമായിട്ട് എൻഡ് ഓൺ ഡംപിങ്ങിന് പോയിരിക്കുകയാണ്. സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണുകൾ ഡംപ് ചെയ്യാൻ വേണ്ടി ലോറികൾ നിരനിരയായിട്ട് അവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്ന ഭാഗത്ത്. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് എപ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇതറിയാവുന്നതാണ്. ഇവിടെ ഒരു ടെമ്പററി ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. അവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും അങ്ങോട്ട് വിടുന്നത്. എനിക്ക് തോന്നുന്നു ലോറിയുടെ കൂടെ ഡ്രൈവർ മാത്രമേ പാടുള്ളൂ, വേറെ ആരും അതിന് പാടില്ല. അതെല്ലാ കൺസ്ട്രക്ഷനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയാണ് നിലവിൽ. ഇതാണ് ഈ വശത്ത് നിന്ന് കാണുന്നുള്ള വ്യൂ. ഇനി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് പോലെ നാച്ചുറൽ സ്റ്റോണിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് പോകാം. അതിനു മുമ്പ് ഈ വശത്ത് നമുക്ക് നമ്മുടെ പോർട്ടിനകത്ത് യാർഡും ബെർത്തും അടങ്ങിയ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടോ നമുക്ക് ഈ വശത്ത് നോക്കാം. സ്ഥിരമായിട്ട് നമ്മൾ ഈ വശത്ത് നിന്ന് വീഡിയോ നോക്കുന്നതാണ്. ഇവിടെ നമുക്ക് ആ ബെർത്തിൻ്റെ കോൺക്രീറ്റ് എൻഡ് ഓൺ കോൺക്രീറ്റ് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ട വിഷ്വൽ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നാച്ചുറൽ സ്റ്റോണിൻ്റെ മലയെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് നാച്ചുറൽ സ്റ്റോൺ അവിടെ കൂട്ടിയിട്ടുണ്ട്. ആ മല കഴിഞ്ഞിരിക്കുന്നു. അത് തരംതിരിച്ചാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് ചെറിയ പീസുകളും തൊട്ട് താഴെയായിട്ട് വലിയ നാച്ചുറൽ സ്റ്റോണുകളാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥിരം നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ലോറികളെല്ലാം നിരയായിട്ട് നിൽക്കുവാണ്. അത് മാത്രമല്ല സ്പ്ലിറ്റ് ബാർജ് തൊട്ടപ്പുറം സ്പ്ലിറ്റ് ബാർജ് നേരത്തെ വീഡിയോയിലില്ല. ഇപ്പോൾ സ്പ്ലിറ്റ് ബാർജ് വന്നിരിക്കുന്നു. ഇപ്പോഴാണ് വന്നിട്ടുള്ള സ്പ്ലിറ്റ് ബാർജ്. അതിലേക്ക് ലോറികളിലായിട്ട് സ്റ്റോണുകൾ നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ വലിയ റോക്കുകളെല്ലാം ഇഞ്ചിൻലെസ് ബാർജിൽ നിറയ്ക്കുവാണ് കേട്ടോ. ഇങ്ങനെയാണ് വളരെ സാവധാനത്തിലെടുത്ത് വയ്ക്കുവാണ് ആ സ്റ്റോണുകളെല്ലാം. എക്സ്കവേറ്റർ ഉപയോഗിച്ച് അതാണ് സാധിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരു ടക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബോട്ടുണ്ട്. കാരണം ഇത് ഇഞ്ചിൻലെസ് ബാർജ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബോട്ടുകൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണുകൾ ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നുണ്ടോ. 3-4 ലോറികൾ അവിടെ ഉണ്ട്. ഏതാണ്ട് 100-150 ലോഡ് സ്റ്റോണുകൾ തന്നെ അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ഞാൻ സ്ഥിരം പറയുന്ന പോലെ പോർട്ടിൽ എന്തെങ്കിലും സൗണ്ടായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണുകൾ ഫില്ല് ചെയ്യുന്ന സൗണ്ടാണ് വളരെ അധികമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതുമാത്രമല്ല തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്രോപോഡ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണുമായിട്ട് പോകുന്നതാണ്. ഇവിടെ എല്ലാം വർക്കുകൾ നടക്കുവാണ് കേട്ടോ. എൻഡോൺ ഡംപ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് എൻഡോൺ ഡംപിങ്ങിൻ്റെ വർക്കുകളെല്ലാം വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ഈ ക്രെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആക്രോപോഡ് ഫില്ല് ചെയ്യാനാണ് കറക്റ്റ് പൊസിഷനിൽ വെക്കുന്നതാണ് ഈ ക്രെയിൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെയെല്ലാം പലതരത്തിലുള്ള എക്സ്കവേറ്റർ ഉപയോഗിച്ച് വർക്കുകളെല്ലാം വളരെ സ്പീഡിലാക്കുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുന്നത്. പിന്നെ ഈ പോർഷനിൽ നിന്ന് കാണാൻ പറ്റുന്ന ബെർത്തിൻ്റെ പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഉണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ബെർത്തിൻ്റെ വശങ്ങളായിരുന്ന കാഴ്ചകളൊന്നും കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ബെർത്തിൻ്റെ കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാം ബെർത്തിൻ്റെ പോർഷൻ വർക്കെല്ലാം കഴിഞ്ഞതാണ്. ഈ വശത്തായിരിക്കും ഇപ്പോൾ ഈ ക്രെയിൻസ് ഉപയോഗിച്ച് സ്ലാബുകളെല്ലാം ലോറികളിൽ നിന്നെടുത്ത് കറക്റ്റ് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ക്രെയിൻസ് ഉപയോഗിച്ചാണ്. വളരെ സ്ലോവിൽ പോകുന്നത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ D0യും E0യും Z0യും ഉള്ള ക്രെയിനുകൾസ് എല്ലാം ഇവിടെ പോർട്ടിൽ നിരയായിട്ട് കാണാൻ സാധിക്കും. പിന്നെ 3 STS ക്രെയിനല്ല, എനിക്ക് നല്ല തെറ്റിപ്പോയതാണ്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. 4 STS ക്രെയിനാണ്. നമുക്ക് ഫസ്റ്റ് ഫേസിൽ ആവശ്യമായിട്ടുള്ളത് 8 STS ക്രെയിനും ഏതാണ്ട് 24 കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനുമാണ് ആവശ്യമായിട്ട് വരുന്നത്. ടോട്ടൽ 32 ക്രെയിനുകൾ. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലായി നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് എത്തുന്നതായിരിക്കും.